ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രേഡ്സ് കിട്ടിയിട്ടുണ്ട്. ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലൊക്കെ നല്ല ട്രേഡ് വന്നിട്ടുണ്ട്. ഫുൾ ടാർഗറ്റുകൾ വന്നിട്ടുണ്ട്. സിയിലേക്കും പിയിലേക്കും ഫുൾ ടാർഗറ്റുകൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റി ചാർട്ട്. അപ്പോൾ ഇതാണ് നിഫ്റ്റി മൂവ്മെൻറ്റ് എന്നുണ്ടായിരുന്നത്. 81 പോയിൻ്റാണ് നിഫ്റ്റി ഇടിഞ്ഞാങ്ങണത്. ചെറിയ മൂവ്മെൻറ്റാണ്. അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ ഇന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചാർട്ടിലേക്കൊക്കെ പോകണതിൻ്റെ മുമ്പ് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഫ്രീ ഗ്രൂപ്പ് എൻ്റെ പെയ്ഡ് ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. ഫ്രീ ഗ്രൂപ്പിൽ 10 വരെയാണ് ടൈം. നിഫ്റ്റി ട്രേഡ്സ് മാത്രമാണ് കിട്ടുക. പെയ്ഡ് ഗ്രൂപ്പിൽ ഇതേ 9 മണി തൊട്ടിട്ട് 2:30-3 മണി വരെ പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ടാകും. അതിൽ വരുന്ന ട്രേഡ്സൊക്കെ പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുക്കും. അത്യാവശ്യം കുറേ ട്രേഡായി കഴിഞ്ഞാൽ നിർത്താറുണ്ട്. ബാക്കിയുള്ളവരുടെ അഭിപ്രായ പ്രകാരം ഞാൻ ട്രേഡ് കൊടുക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പെയ്ഡ് ഗ്രൂപ്പിൻ്റെ തട്ടിപ്പ്. പെയ്ഡ് ഗ്രൂപ്പിൽ പറഞ്ഞത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസസ്, ക്രൂഡ് ഓയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പെയ്ഡ് ഗ്രൂപ്പിൽ പറഞ്ഞത്. ഇനി മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രീ ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ. ഫ്രീ ഗ്രൂപ്പിൽ 10 വരെയുള്ള ട്രേഡുകൾ നമുക്ക് കിട്ടും. എത്ര ട്രേഡാണ് വരുന്നത്, നിഫ്റ്റിയിൽ വരുന്ന ട്രേഡുകൾ അത്രയും നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അത് മാത്രം നിങ്ങൾക്ക് എടുത്ത് പോകാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് പോവുക. നമ്മളിവിടെ ആരോടും പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനോ ഒന്നും പറയണമെന്നില്ല. പേഴ്സണലി നിങ്ങൾ എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വന്നിട്ട് DM ഒന്നും ചെയ്ത് നിങ്ങളോട് പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ട്, ഇങ്ങനെയാണ് റേറ്റ്, അങ്ങനെയാണ് റേറ്റ് എന്നൊന്നും പറയണില്ല. നിങ്ങൾ വരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നു. ഇത്ര ഉള്ള കാര്യം അവിടുത്തെ. ആരുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് വന്നിട്ടൊന്നും പറയണമെന്നില്ല. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു, അത്ര ഉള്ള കാര്യം. അത് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഫ്രീ ഗ്രൂപ്പ് പെയ്ഡ് ഗ്രൂപ്പിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ട്, ഫ്രീ ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് കിട്ടണം സംഭവം, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫ്രീ അല്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫ്രീ ഗ്രൂപ്പ് നിർത്തി എന്നുള്ളതാണ് കാര്യം. 10 വരെയാണ് ഫ്രീ ഗ്രൂപ്പ് നമ്മൾ റൺ ചെയ്യുള്ളൂ. അതിനുശേഷം പെയ്ഡ് ഗ്രൂപ്പ് മാത്രമേ തന്നെ ഉള്ളൂ. അതുതന്നെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന 9 മണി to 10 വരെ സെൻസസ് ഞാൻ പെയ്ഡ് ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പുകാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് കിട്ടണത് നിഫ്റ്റി മാത്രമാണ്. 9 മണി തൊട്ടിട്ട് 10 വരെയും സെൻസസ് റണ്ണിങ് ആണ്. 10 കഴിഞ്ഞിട്ടും സെൻസസ് റണ്ണിങ് ആണ്. അതുപോലെ തന്നെ നിഫ്റ്റിയും നിങ്ങൾക്ക് ഈ പെയ്ഡ് ഗ്രൂപ്പിൽ 9 to 10 റണ്ണിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഒരു ദിവസത്തേക്ക് ഫുള്ളായിട്ട് റൺ ചെയ്യണമെങ്കിൽ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ താല്പര്യപ്പെടാത്ത ആൾക്കാർ ഫ്രീ ഗ്രൂപ്പിൽ പറഞ്ഞ ട്രേഡ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറഞ്ഞതാണ്. നമുക്ക് ഇത്രയും സ്ട്രൈക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ നടന്നത് 84,800 സിയിലാണ്, സെൻസസിലാണ്. ഇതൊക്കെ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ ഫസ്റ്റ് കിട്ടിയ ട്രേഡുകളാണ്. 115 പോയിൻ്റാണ് മൂവ് ചെയ്തേക്കുന്നത്. ഇത് ജസ്റ്റ് എക്സ്കേപ്പ് ഒക്കെയാണ്. SL അടിക്കാണ്ട് ജസ്റ്റ് എക്സ്കേപ്പ് ചെയ്തിട്ട് പോയിട്ട് 114 പോയിൻ്റ് പോയേക്കണതാണ്. 115 പോയിൻ്റ് പോയേക്കണതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ലിമിറ്റിൽ തന്നെ എടുത്താലാണ് ഈ ട്രേഡ് മര്യാദയ്ക്ക് കിട്ടുള്ളൂ. ലിമിറ്റിലോ അല്ലെങ്കിൽ തൊട്ടടിയിലോ എടുത്താലാണ് ഈ ട്രേഡ് നമ്മുടെ കയ്യിലിരിക്കുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ SL അടിച്ച് പോകും. ഓർഡർ അടിക്കാൻ വന്ന ശേഷം ഒരു ക്യാനിൽ നല്ല രീതിക്ക് അടിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങളുടെ SL പോകും. മീൻസ് നിങ്ങൾ മുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ 287 എടുത്തു കഴിഞ്ഞാൽ ഈ ഒറ്റ ക്യാൻഡിൽ SL പോകും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒത്തിരി വെയിറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ ലിമിറ്റിലോ അല്ലെങ്കിൽ ലിമിറ്റിൽ നിന്ന് അടിയുന്നോ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ വന്ന് അവിടെ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇടേണ്ട SL കൂടും. ലിമിറ്റിൽ നിന്ന് എത്ര രൂപയാണോ നിങ്ങൾ ഇവിടെ നിന്ന് കൂടുതലെടുത്ത ആ ഒരു എമൗണ്ട് നിങ്ങൾ കൂടുതൽ SL കൊടുക്കേണ്ടി വരും. അതൊക്കെ ഓക്കെ ആയിട്ട് വേണം ഇരിക്കുക കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്നത് 84,700 P ആണ്. 84,700 P ഫുൾ ടാർഗറ്റാണ്. 200 പോയിൻ്റാണ് വന്നാണത്. പിന്നെ വേറെ ലെവൽസൊക്കെ ഉണ്ട്. ആ ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ കൊടുത്ത ലെവലാണ്. പക്ഷേ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണവർക്ക് അത് കിട്ടും. ഇവിടെ റീ എൻട്രി എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് 298 അതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഫോളോ ചെയ്യണവർക്ക് അത് കിട്ടും. ചാർട്ട് ഫോളോ ചെയ്യണവർ കറക്റ്റായിട്ട് ചാർട്ട് ലൈൻ വരച്ച് വെച്ചിട്ട് ചെയ്യണവർക്ക് അതൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്ന 25,900 P ആണ്. ഇത് 50 പോയിൻ്റാണ് ടാർഗറ്റാണ് വന്നത്. പിയിലേക്കുള്ള ഫസ്റ്റ് ടാർഗറ്റാണിത്. ഇതൊരു റിവേഴ്സ് എൻട്രിയും കൂടിയാണ്. പിയിലേക്ക് സിയിലേക്ക് ആയിരുന്നു മാർക്കറ്റ് ഫുള്ളായിട്ട് പോകണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് റിവേഴ്സിൽ വന്നതാണ്. ആ ടൈമിൽ കിട്ടിയ എൻട്രിയാണ്. ഫസ്റ്റ് എൻട്രി 50 പോയിൻ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്ന ഒരു എൻട്രി 25,850 P ആണ്. 25,850 P നമുക്ക് കാണാൻ പറ്റും. ഒരെണ്ണം SL ആണ്. അതിന് ശേഷം റീ എൻട്രിയാണ്. റീ എൻട്രിയിലാണ് ഒരു പോയിൻ്റ് വന്നേക്കണത്. എക്സാക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 35 പോയിൻ്റാണ് വന്നേക്കണത് കേട്ടോ. 1 വേയിൽ 35 പോയിൻ്റ്. ഇത് റീ എൻട്രിയും അഗെയിൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതൊന്നും നോക്കിയിട്ടില്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിവിടെ വരെ എത്തി, നമ്മൾ എടുക്കണു, 35 പോയിൻ്റ് കിട്ടണു, പിന്നെയും ക്യാൻഡലിലേക്ക് വരണു, തിരിച്ച് കയറണു, റീ എൻട്രി ആക്ടിവേഷൻ ആവണു. സെയിം പോയിൻ്റ് അവിടെയും കിട്ടുന്നുണ്ട്. ആ ടൈമിലേക്കൊന്നും ആ പ്രൈസ് നോക്കിയിട്ടില്ല ഞാൻ. വേറെ സ്ട്രൈക്കൊക്കെ നോക്കണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ബട്ട് നിങ്ങൾക്ക് ചാർട്ട് നോക്കിയിരുന്നാൽ കിട്ടും.
കണ്ടീഷനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ സെപ്പറേറ്റ് പറഞ്ഞിടേണ്ട ആവശ്യങ്ങളില്ല. പിന്നെ നമുക്കുണ്ടായിരുന്ന 25,800 ആണ്. 25,800 30 പോയിൻ്റാണ് എക്സാക്ട്ലി വന്നേക്കണത്. ഇതിന് 2 എൻട്രി പോയിൻ്റ് ഉണ്ട്. രണ്ടാമത്തെ പോയിൻ്റ് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ, 131 കൊടുത്തിട്ടില്ല, 112 മാത്രമാണ് കൊടുത്തത്. അതാണ് ട്രേഡ് വന്നതും. എല്ലാത്തിനും നമുക്ക് റെഡ് ക്യാൻഡലിനാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇവിടെ എല്ലാത്തിനും ഞാൻ പറയുന്ന എല്ലാ ട്രേഡിലും ഈ റെഡ് ക്യാൻഡലുണ്ട്. ഈ ഡോജി ക്യാൻഡലാണ് ആക്ടിവേഷൻ ക്യാൻഡലായിട്ട് വന്നേക്കണത്. അതിനുശേഷം അടുത്ത ക്യാൻഡലിനെ എൻട്രി എടുക്കാം. അങ്ങനെയാണ് 30 പോയിൻ്റ് വന്നേക്കണത്. പിന്നെ നമുക്ക് ഫ്രീ ഗ്രൂപ്പിലായിട്ട് ഫസ്റ്റ് ട്രേഡ് ഇതാണ് 25,900 ഇത് ഫുൾ ടാർഗറ്റാണ്. പക്ഷേ നമ്മളോട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, റെഡ് ക്യാൻഡിൽ വന്ന ശേഷം നമുക്ക് ട്രേഡ് ആക്ടിവേഷനായി. ട്രേഡ് ആക്ടിവേഷൻ ആവുന്നത് ഈ ക്യാൻഡിലാണ്. അതിനുശേഷം ഒറ്റയടിക്ക് ഒരു ക്യാൻഡിൽ അടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഇവിടുന്ന് ബൈ എടുത്താൽ വരെ ലിമിറ്റിൽ നിന്ന് നിങ്ങൾ സ്വൈപ്പ് ചെയ്താൽ വരെ നിങ്ങൾക്ക് അസലിൽ പോകും. ഈ ട്രേഡ് നിങ്ങൾക്ക് കയ്യിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ട്രേഡ് ഒരു പകുതി എന്നൊക്കെ ബൈ ചെയ്യാൻ നോക്കണം, എന്നാലേ അതിന് ട്രേഡ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ റീ എൻട്രിയാണ് ഞാൻ പറഞ്ഞത്. റീ എൻട്രി ഇവിടെയാണ് ആക്റ്റീവ് ആവണത് കേട്ടോ. കറക്റ്റായിട്ട് മനസ്സിലാക്കുക, 9:31 ആക്റ്റീവ് ആവണത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ നിന്ന് എടുക്കേണ്ടി വരും. എവിടെ നിന്ന് എടുത്താലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പോയിന്റ് കിട്ടും കേട്ടോ, നല്ല രീതിക്കുള്ളൊരു പോയിന്റ് കിട്ടും. ഞാൻ ഇത്തിരി അടിയിൽ നിന്നാണ് വെച്ചത്. ഒറ്റ ക്യാൻഡിലിൻ്റെ ഒരു ഫോർമേഷൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, അപ്പോൾ അവിടെ അങ്ങനെ വെച്ചാണത്. അപ്പോൾ 50 പോയിന്റ് അങ്ങനെയാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും ട്രേഡ്സാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ട് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഈസി വേ അല്ല ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ടാർഗറ്റ് വേണം, SL വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഇതിൽ ഇരുന്നിട്ട് കാര്യമുള്ളൂ. നിങ്ങൾക്ക് എക്സാക്റ്റ് ഒരു SL ഇല്ലെങ്കിൽ നിങ്ങളുടെ റിസ്കിനെ മാറ്റി വെച്ചേക്ക്, മനസ്സിലായില്ലേ? നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിനനുസരിച്ചുള്ള റിസ്ക് മാറ്റി വെച്ച്. പക്ഷെ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം, SL ഞാൻ ഇത്രയാണ് കൊടുക്കുക ഉദ്ദേശിച്ചത് ഒരു ട്രേഡിൽ, അല്ലെങ്കിൽ ഫിക്സഡ് SL ഇത്രയാണെന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫിക്സഡ് SL ഉണ്ടാക്കുക. അപ്പോൾ കറക്റ്റ് ഫിക്സഡ് ടാർഗറ്റും വരും. ടാർഗറ്റ് കിട്ടാത്തവരുടെ കാര്യമാണ് പറയണത്, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇതിന് വേണ്ടി ഒരു പാഷനൊക്കെ വേണം. ഇത് ക്യാഷാണ് കിട്ടണത്, ക്യാഷാണ് പോണത്, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റേതായ റിസ്കിലുണ്ട്. അതിൻ്റേതായിട്ടുള്ള നിങ്ങൾക്ക് ഭയങ്കര ഇതൊരു നമ്മളൊരു ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോം ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊന്നുമല്ല. അതിന് അതിൻ്റേതായ ഡെഡിക്കേഷൻ ഉണ്ട്. ആ പരിപാടിക്കൊക്കെ നല്ല ഡെഡിക്കേഷൻ വേണം. ഇവിടെ നിങ്ങൾ ക്യാഷ് കിട്ടണം മാത്രമേ കിട്ടണം, നമുക്ക് ഗ്രീഡ് മാത്രമേ വരുന്നുള്ളൂ. ഞാൻ നോക്കിയിട്ട് കേട്ടോ, കുറേ ആൾക്കാർക്ക് ഗ്രീഡ് മാത്രമേ ഉള്ളൂ. ഇതിലൊരു ഡെഡിക്കേഷൻ എന്ന സംഭവം ഒരു 90% ആൾക്കാർക്കും ഇല്ല ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ എല്ലാവരും ക്യാഷ് പോകണത്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമല്ല അതിൻ്റെ ഉള്ളിൽ. നിങ്ങൾ ക്യാഷ് പോകാൻ വേണ്ട ട്രേഡ് എടുക്കുന്നത്. പിന്നെ നമ്മൾ വർത്തമാനം പറഞ്ഞാൽ അർത്ഥങ്ങളില്ല. ബാക്കിയുള്ള ആർട്ടുകളിൽ ഉണ്ടാവണ ആ ഒരു ഡെഡിക്കേഷൻ ഇവിടെ കൊണ്ടുവന്നാൽ മതി. ഇതൊരു ആർട്ടാണ്, ഇതൊരു കലയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിഡേറ്റ് നോക്കിയിട്ട് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില പരിപാടിയല്ല. അപ്പോൾ അത് വലിയ പരിപാടിയാണ്. അപ്പോൾ അതിനൊരു ഡെഡിക്കേഷന് വേണ്ടത്. നിങ്ങൾ ബാക്കിയുള്ളൊരു സംഭവത്തിന് കൊടുക്കണം അതേ ഡെഡിക്കേഷൻ ഇവിടെ കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ 100% റിസൾട്ട്. അപ്പുറത്താകുമ്പോൾ ഇപ്പോൾ മറ്റേ ആർട്ടാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം എടുക്കും, പ്രാക്ടീസ് ചെയ്യണം. അതേ സംഭവം തന്നെയാണ് ഓൾറെഡി. നിങ്ങളൊരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈം എടുക്കും, പ്രാക്ടീസ് ചെയ്യണം. ഓരോ കാര്യങ്ങളൊക്കെ ഓടിയും വരുന്നുണ്ട്. പക്ഷെ ഡെഡിക്കേഷനാണ് മെയിൻ സംഭവം. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ക്യാഷാണ് വേണ്ടത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ മാക്സിമം നിങ്ങൾ ക്യാഷ് ഇല്ലാത്ത ആൾക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ട്രേഡൊക്കെ ചെയ്യുക. കോൺഫിഡൻസ് പേപ്പർ ട്രേഡ് ചെയ്താൽ കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല. റിയൽ ട്രേഡ് ചെയ്താലാണ് പ്രഷർ അറിയുള്ളൂ. അപ്പോൾ പേപ്പർ ട്രേഡ് മാക്സിമം ചെയ്യുക. ക്യാഷ് ഇല്ലാത്ത ആൾക്കാർ പേപ്പർ ട്രേഡ് ചെയ്യുക. കോൺഫിഡൻസ് മാത്രമാണ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരാൾക്ക് 100% എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കയറും എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ട്രേഡൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങൾ വൺസ് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ടെൻഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് 100%. അത് കയറി നമുക്കൊരു 10 പോയിന്റ് കിട്ടി കഴിഞ്ഞാലാണ് ആശ്വസിക്കാൻ പറ്റുള്ളൂ. അതൊരു ടെൻഷനാണ്. നിങ്ങൾ എത്ര പഠിച്ചിട്ടും എത്ര പേപ്പർ ട്രേഡ് ചെയ്താലും കാര്യമില്ല. ആ ഒരു പ്ലേസ് കഴിയണവരെ, അതായത് നമുക്കൊരു പ്രോഫിറ്റ് 1:1 വരണവരെ ടെൻഷൻ തന്നെയാണ്. അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. അങ്ങനെ തന്നെയാണ്. കോൺഫിഡൻസ് ആണ് മെയിനായിട്ടുള്ള സംഭവം. എൻ്റെ ഉള്ളിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ട് വരിക. പിന്നെ കുറേ ക്യാപിറ്റലുള്ളവർക്ക് ഇത് ഇത്തിരി ഈസിയാണ് കേട്ടോ, സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ. അതും ഞാൻ 100% പറയാം. അതായത് 30 ലക്ഷം ഉണ്ട് അല്ലെങ്കിൽ 50 ലക്ഷം ഉണ്ട്. 50 ലക്ഷത്തിന് ഓപ്ഷൻസിൽ ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല ഞാൻ കോൺഫിഡൻസിൽ ഉദ്ദേശിച്ചത്. 50 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷത്തിനോ 2 ലക്ഷത്തിനോ അല്ലെങ്കിൽ 5 ലക്ഷത്തിനോ ട്രേഡ് ഈസി ആയിട്ട് എടുക്കാം. വലിയ തട്ടലും മുട്ടലും നിങ്ങൾക്ക് വരില്ല, മനസ്സിലായില്ലേ? കറക്റ്റായിട്ട് പോവാം കാര്യങ്ങൾ.
അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 50 ലക്ഷം ഉണ്ടെങ്കിൽ 50 ലക്ഷം ട്രേഡ് എടുത്തിട്ട് പിന്നെയും ടെൻഷൻ പിടിച്ച് 100% ടെൻഷനിലിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരം മാത്രമാണ്, വേറൊന്നും വ്യത്യാസമില്ല അതിനുള്ളിൽ. 50 ലക്ഷം ഉണ്ടെങ്കിൽ 5 ലക്ഷത്തിന് 10 ലക്ഷം ട്രേഡ് എടുക്കുക, അത്ര ഉള്ളൂ കാര്യം. നിങ്ങൾ 10 ലക്ഷം ഉണ്ടെങ്കിൽ 1 ലക്ഷത്തിനൊക്കെ ട്രേഡ് എടുക്കുക, 1 ലക്ഷം ഉണ്ടെങ്കിൽ 10,000-ന് 20,000-ന് ട്രേഡ് എടുക്കുക, അത്ര ഉള്ളൂ അതിനുള്ളത്തെ ടോട്ടൽ ഡീറ്റെയിൽസ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. ക്യാപിറ്റൽ കുറയുന്നുണ്ട്, ഫുള്ളായിട്ട് ഇടാം. ഇങ്ങനത്തെ മൈൻഡ് സെറ്റാണ് കൂടുതലും, ഗ്രീഡാണ് ഫുള്ള്. മനസ്സിലായാലും 90% ആൾക്കാർക്ക് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത്രയും ട്രേഡുകൾ നല്ലത് കൊടുക്കണു, ഇത്രയും പ്രോഫിറ്റുകളൊക്കെ ഗെയിൻ ചെയ്യണു. ഞാനെടുക്കണോ അല്ലെങ്കിൽ നിങ്ങളെടുക്കണോ എന്നല്ല കാര്യം. ഞാനൊരു പരിചയം നിർത്തും, മനസ്സിലായാലേ. അത് പ്രോഫിറ്റ് ഓർ ലോസ് അങ്ങനെ തന്നെയാണ്. പക്ഷെ പലരും അങ്ങനെയല്ല, എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റില്ല. അത് വസ്തുക്കൾ മനസ്സിലാക്കുക. അതൊക്കെ ബിൽഡ് ചെയ്ത് വരുന്ന സംഭവമാണ്. ഇതിൽ നിങ്ങൾക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ നോളജ് അല്ലെങ്കിൽ പ്രോപ്പർ മെത്തേഡാണ് ഇതിൽ വേണ്ടത്. അതല്ലാണ്ട് നിങ്ങൾ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ട്രേഡ്സ് മാത്രം എടുത്ത് പ്രോഫിറ്റിക്ക് പോവാം എന്നുള്ള ലെവലിലിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മളോട് നിർത്തണോടുകൂടി അത് തീർന്നു. അതൊരു റിയാലിറ്റിയാണ്, മനസ്സിലായത്. നിങ്ങൾ ഒരു മെത്തേഡ് പഠിക്കാൻ എപ്പോഴും ശ്രമിക്കണില്ല. അതാണ് ഡെഡിക്കേഷനാണ് മെയിൻ സംഭവം. ഡെഡിക്കേഷനിലാണ് നടക്കില്ല. പിന്നെ സക്സസ് ആയിട്ടിരിക്കുകയാണ് ഒരാൾ. സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടൽ മാത്രമൊന്നല്ല ഇതിൻ്റെ ഉള്ള സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതൊരു ഡോപ്പോമിൻ ഉണ്ടാക്കും, മനസ്സിലായോ. നിങ്ങളെടുക്കുന്ന ട്രേഡുകളൊക്കെ നല്ല പ്രോഫിറ്റിക്ക് കൊണ്ടുവന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡോപ്പോമിനാണ് അവിടെ വരണത്. അഡ്രിനാലിൻ റഷ് വരും അവിടെ. അത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല. നമ്മളെടുക്കുന്നതൊക്കെ കറക്റ്റാണ് എന്നുള്ള ലെവലിൽ പോയി കഴിഞ്ഞാലും മതി, നിങ്ങൾക്കവിടെ ഓട്ടോമാറ്റിക്കലി ക്യാഷ് വന്നോളും. അപ്പോൾ അതൊക്കെയാണ് ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബിലേക്ക് നമുക്കൊന്ന് ഓൾ വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.